ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഖുലാസത്തുൽ ഫിഖ്ഹുൽ ഇസ്ലാമി അതിന്റെ 35-ാമത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് നമുക്ക് കിതാബിന്റെ ഉദ്ധരണികളിലൂടെ തന്നെ മുന്നോട്ട് പോകാം. അശക്കു ഫി ഇന്തിഖാലിൽ വുളൂഇ, വുളൂഅ് മുറിയുന്നതിനെ കുറിച്ചുള്ള സംശയം. വുളൂ മുറിയുന്നതിനെ കുറിച്ചുള്ള സംശയം. ലാ യർതഫഉ യഖീനു വുളൂഇൻ, വുളൂ ഉണ്ട് എന്ന ഉറപ്പ് ഉയർന്നു പോകുന്നതല്ല. ഔ ഹദസിൻ, അല്ലെ അശുദ്ധി ഉണ്ട് എന്നുള്ള ഉറപ്പ് ഉയർന്നു പോകുന്നതല്ല. ബിശക്കി, സംശയം കൊണ്ട്. ഫീലിദ്ദിഹി, അതിന്റെ ഓപ്പോസിറ്റിലുള്ള സംശയം കൊണ്ട്. ഞാൻ വുളൂ മുറിഞ്ഞത് ഉറപ്പുണ്ട്, അതിനുശേഷം വുളൂ എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം. അപ്പോ ആ സംശയത്തിന് പ്രസക്തിയില്ല. മുറിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഉറപ്പിന്റെ മേലാണ് പിടിക്കേണ്ടത്. തിരിച്ചും വുളൂ എടുത്തത് നല്ല ഓർമ്മയുണ്ട്, അതിനുശേഷം മുറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. അപ്പോ ആ വുളൂ ഉണ്ട് എന്നുള്ള ഉറപ്പിന്റെ മേലിൽ പിടിക്കാവുന്നതാണ്. വലാ ബിൽദന്നി ഫീഹി, ഈ വിഷയത്തിലുള്ള ധാരണ കൊണ്ട്. വലാ ബിൽദന്നി ഫീഹി, അതിലുള്ള ധാരണ കൊണ്ടും എന്ത് ചെയ്യുന്നതല്ല, ഉറപ്പ് മുറിഞ്ഞു പോകുന്നതല്ല. ഏകദേശം ഒരു തോന്നൽ, അതാണ് ദന്ന്. ഫയഖുദു ബിൽ യഖീനി, ഉറപ്പിനെ പിടിക്കണം. ഇസ്തിസ്ഹാബൻ ലഹു, അതിനെ നിലനിർത്താൻ വേണ്ടി. ഫല യന്തഖിദുൽ വുളൂ, വുളൂ മുറിയുന്നതല്ല. ഇദാ ശക്ക, സംശയിച്ചാൽ. ഒന്ന്, ഹൽ നാമ ഔ നഅസ, ഉറങ്ങിയതാണോ തൂങ്ങി ഉറങ്ങിയതാണോ സംശയം. തൂങ്ങി ഉറങ്ങിയതാണ്, വുളൂ മുറിയില്ലല്ലോ, അപ്പോ അവിടെ വുളൂ മുറിയൂല. ഔ ഹൽ കാന മുമക്കിനൻ ഔ ലാ, സൗകര്യപ്പെടുത്തിയിട്ടാണോ ഉറങ്ങിയത് അല്ലേ എന്ന് സംശയം. ഔ ഹൽ മാലാം ഔ ഹൽ മാലമസഹു മിനൽ മർഅത്തി ശഅറുൻ ഔ ബശറത്തുൻ, തൊട്ടത് മുടിയാണോ തൊലിയാണോ എന്ന് സംശയം, എന്നാൽ വുളൂ മുറിയുന്നതല്ല. അവിടെ ഉറപ്പില്ലല്ലോ. ഔ ഹൽ മാലമസഹു, തൊട്ടതാണോ, മിനൽ മർഅത്തി, ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന്, ശഅറാണോ ഔ ബശറത്തുൻ, തൊലിയാണോ, മുടിയാണോ തൊലിയാണോ, മുടി തൊട്ട വുളൂ മുറിയില്ലല്ലോ. ഔ ഹൽ മൻ ലമസഹു റജുലുൻ ഔ ഇംറാത്തുൻ, തൊട്ടത് പുരുഷനെയാണോ സ്ത്രീയെയാണോ എന്ന് സംശയം, അവിടെയും വുളൂ മുറിയുന്നതല്ല. ഔ ഹൽ മൻ ലമസഹു മഹറമുൻ ഔ അജ്നബിയ്യത്തുൻ, തൊട്ടത് മഹറമാണോ അജ്നബിയത്താണോ എന്ന് സംശയം, ആളെ മനസ്സിലായിട്ടില്ല, എന്നാലും അവിടെ വുളൂ മുറിയുന്നതല്ല. ദാല്, അശക്കു ഫിൽ ഗുസ്ലി, കുളിയെ കുറിച്ചുള്ള സംശയം. ലൗ ഷക്ക, ഒരാൾ സംശയിച്ചാൽ, ലൗ ഷക്കൽ മുഗ്തസിലു, കുളിക്കുന്ന ആള് സംശയിച്ചു, അസ്നാ ഗുസ്ലിഹി, കുളിക്കിടയിൽ, ഫിന്നിയത്തി, നിയത്തിനെ കുറിച്ച് സംശയിച്ചു. എന്നാൽ ഇസ്തനഫ, തലക്കെന്ന് തുടങ്ങണം. ഔ ഫി തത്വഹീരി ഉളുവിൻ, ഒരു അവയവം ശുദ്ധിയാക്കിയിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ, ത്വഹറഹു, ആ അവയവം ശുദ്ധിയാക്കണം. ഔ ഫി അദദി ഗസ്ലാത്തിഹി, ആ കഴുകലിന്റെ എണ്ണത്തിൽ സംശയിച്ചാൽ, അഖദ ബിൽ യഖീനി, ഉറപ്പ് പിടിക്കണം. ഉറപ്പുള്ള എണ്ണ എന്താണോ അത് പിടിക്കണം. ഔ ഫി ഷൈഇൻ മിൻഹാ, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് സംശയിച്ചു. ബഅദൽ ഫറാഗി, കുളി കഴിഞ്ഞിട്ട്, മിൻ ഗുസ്ലിഹി, കുളിയിൽ നിന്ന് ഫറാഗിന് ശേഷം, ഒഴിവായതിനു ശേഷം സംശയിച്ചാൽ, ഫലാ യുഅ്തിറു, അവിടെ പ്രശ്നമില്ല. കുളി കഴിഞ്ഞിട്ടുള്ള സംശയത്തിന് പ്രസക്തിയില്ല. അപ്പോ ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്ന വിഷയം, സംശയിക്കുന്ന സമയത്ത് ഒരാളെ തൊട്ടുപോയിട്ടുണ്ട്, പക്ഷെ ഈ തൊട്ടത് അവിടെ പുരുഷനാകാനും അജ്നബിയത്തായ സ്ത്രീയാകാനും സാധ്യതയുണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലായിട്ടില്ല ആരെയാണ്, ഏതോ ഒരാളെ തൊട്ടത്. അപ്പൊ ഉറപ്പില്ലാത്തതുകൊണ്ട് അവിടെ വുളൂ മുറിയില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരാളെ തൊട്ടുപോയി, മുടിയാകാനും മറ്റ് തൊലിയാകാനും സാധനം, തൊലി തൊട്ട വുളൂ മുറിയും. അപ്പോ മുടിയാണോ തൊലിയാണോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ വുളൂ മുറിയൂല. പിന്നെ അതുപോലെ ഒരു കൂട്ടം ആൾക്കാരിൽ മഹറമുണ്ട്, അജ്നബിയ്യത്തും ഉണ്ട്. നമ്മളെ ഭാര്യയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പെങ്ങളും ഉണ്ട്, മറ്റു പെങ്ങളല്ലാത്തൊരു അജ്നബിയത്ത്, ഏതോ ഒരാൾ തൊട്ടുപോയി. ആ തൊട്ടത് ആരെയാണെന്ന് ഉറപ്പായിട്ടില്ല, എന്നാൽ അവിടെ വുളൂ മുറിയൂല. കുളിയുടെ വിഷയം അങ്ങനെ തന്നെയാണ്. കുളി കഴിഞ്ഞതിന് ശേഷം, കുളിയുടെ വിഷയത്തിൽ ഇങ്ങനെ തന്നെയല്ല, കുളിയുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്, കുളി കഴിഞ്ഞതിന് ശേഷം കുളിയുടെ ഇടയിലുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള സംശയത്തിന് പ്രശ്നമില്ല, അതുകൊണ്ട് കുളിക്ക് പരിക്കേൽക്കുന്നില്ല. കുളിയുടെ ഇടയിൽ ഒരവയവം കഴുകിയിട്ടുണ്ടോ എന്ന് സംശയിച്ച ആ ഭാഗം കഴുകണം. കുളി കഴിഞ്ഞിട്ട് ഒരവയവം കഴുകിയിട്ടുണ്ടോ എന്ന് സംശയിച്ച പ്രശ്നമില്ല. ഇതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്.